Hello my dears, welcome back to your channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന കണ്ണൂരപ്പം, പഞ്ചാരയപ്പം, വെള്ള ഉണ്ണിയപ്പം, വെള്ളക്കാരയപ്പം എന്നൊക്കെ പറയുന്ന നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം പഞ്ചാരയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നോർമലി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയ ഒരു പഞ്ചാരയപ്പം അല്ല ഇത്. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് ഒരു ചെറിയ ട്രിക്കിലൂടെയാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു കുഞ്ഞി ട്രിക്ക്. സാധാരണ പഞ്ചാരയപ്പം നമ്മൾ പച്ചരിയും ചോറും ഒക്കെ കൂട്ടി അരച്ച് മൈദയൊക്കെ കൂട്ടി അരച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മൈദ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ എടുക്കുന്ന മാവ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അപ്പത്തിന് വെള്ളയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന മാവുണ്ടല്ലോ, അരച്ച് വെച്ചത്. ഞാൻ അരച്ച് വെച്ച മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ട് അരച്ച് വെച്ചിട്ടുള്ള മാവാണ്. അരിയും ചോറും തേങ്ങയും തേങ്ങാവെള്ളവും കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് അരച്ച് വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പത്തിന് എടുക്കുന്ന മാവും പിന്നെ ഇതിൽ കുറച്ച് വേരിയേഷൻസ് വരുത്തിയിട്ടാണ് ഞാൻ പഞ്ചാരയപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അപ്പത്തിൻ്റെ മാവിൻ്റെ ഈ ഒരു അപ്പത്തിൻ്റെ മാവിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കാം. ഞാൻ എൻ്റെ സ്ക്രീനിലോ ഐ ബട്ടണിലോ ഇട്ട് എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം ആണിത്. കണ്ണൂർ നമ്മളിതിനെ വെള്ളയപ്പം തന്നെയാണ് പറയാം. നല്ല കള്ളോണ്ട് ഉണ്ടാക്കിയ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു അപ്പം നല്ല പൊന്തിയിട്ട് നല്ല സോഫ്റ്റായിട്ടും കിട്ടും. കണ്ടോ, ഒരുപാട് കുഴിയൊക്കെയുള്ള നല്ല അടിപൊളി പാലപ്പം വെള്ളയപ്പത്തിൻ്റെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഇതുണ്ടാക്കിയിട്ട് ബാക്കി നമുക്ക് മാവ് വരുമല്ലോ, അപ്പത്തിൻ്റെ മാവ് ബാക്കി വരുമല്ലോ. അപ്പോൾ ആ ബാക്കി വരുന്ന മാവ് കൊണ്ടാണ് നമ്മളിനി പഞ്ചാരയപ്പം റെഡിയാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പമൊക്കെ എല്ലാം ഒന്ന് പെട്ടെന്ന് ചുട്ടെടുക്കട്ടെ. അപ്പം ചുട്ടിട്ട് ബാക്കി വരുന്ന മാവ് കൊണ്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് നല്ലൊരു അടിപൊളി സ്നാക്കും റെഡിയാവും. അപ്പോൾ നമുക്കിതിനെ ഇനി സെപ്പറേറ്റ് മാവ് അരക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അപ്പത്തിൻ്റെ മാവിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് വട്ടയപ്പം ഈ ഒരു മാവ് വെച്ചിട്ട് റെഡിയാക്കാം. വട്ടയപ്പം, വെള്ളയപ്പം, ഇനി മുതൽ ഇത് ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് പഞ്ചാരയപ്പം കൂടി റെഡിയാക്കാം. അപ്പോൾ എൻ്റെ വെള്ളയപ്പൊക്കെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ മാവ് കുറച്ച് നല്ലോണം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു 2 കപ്പ് മാവാണ് ഞാൻ ഇപ്പം നമ്മുടെ പഞ്ചാരയപ്പം ചുടാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തോട്ട് അതേ സെയിം കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആട്ട വേണേൽ യൂസ് ചെയ്യാം. അതിനുശേഷം മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് 1 കപ്പ് വരെ മധുരം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരം ഒരു മീഡിയം മധുരത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ നേരത്തെ മാവിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അരച്ചതാണ്. പക്ഷേ എന്നാൽ കൂടിയും മൈദയും കൂടി ചേർക്കുന്നതുകൊണ്ട് ഒരു ഇച്ചിരിയും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മൈദയും ഈ ബേക്കിംഗ് പൗഡറും ഉപ്പും പഞ്ചസാരയൊക്കെ നമുക്ക് സെപ്പറേറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സിയിലിട്ട് അങ്ങനെ അടിച്ചെടുത്തിട്ട് ഈ ബാറ്ററിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാൻ പക്ഷേ ഇത് ഈ മാവിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ മാവിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ എന്നാൽ അതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ജോയിൻ്റ് ആയിക്കോളും, ഈ ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടെ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട്. എന്നിട്ടൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 1/2 കപ്പിനടുത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് വരെയും അല്ലെങ്കിൽ 1.5 കപ്പ് വരെയൊക്കെ മധുരം ചേർക്കാം. നമ്മുടെ ഇഷ്ടമാണ് മധുരമൊക്കെ. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ എടുത്ത ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിനകത്തോട്ട് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്റർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിനകത്തൊന്നും ഈ മാവ് അധികം മൈദ, പ്രത്യേകിച്ച് മൈദ ഇങ്ങനെ കട്ട പിടിച്ച പോലെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ഇനിയിപ്പോൾ നമുക്കിത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സിക്കകത്തോട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മളിത്
കറക്കി എടുത്തതിന് ശേഷം ഇതിനകത്ത് തിക്നെസ് ഉണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കാൻ നേരത്ത് ഇത് എന്താ പറയുക, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് ലോസാക്കിയാൽ മതി. ഞാൻ ഓൾറെഡി നമ്മുടെ അരിദോശയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ആ ഒരു ബാറ്ററാണ് വേണ്ടത്. ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ബാറ്റർ കറക്റ്റ് ആ ഒരു അളവിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആ അരപ്പ് വെള്ളം കൂടി ഒന്ന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ആ അരപ്പ് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്തൊന്ന് മധുരം ഉണ്ടോയെന്ന് നോക്കുക. കാരണം നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചല്ലോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മധുരം പോരാന്ന് തോന്നും. പിന്നെ ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മാവിന് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ള മാവായിരുന്നു. പക്ഷേ ഇപ്പോൾ മൈദയും കൂടി ചേർത്തപ്പോൾ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടാവും. കുറച്ച് ഒരു നുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ഒന്ന് ഈ മാവിനകത്ത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരാനായിട്ട്. 1 മണിക്കൂർ തൊട്ട് ഒരു 2 മണിക്കൂർ വരെ ഈ ബാറ്റർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ വെക്കാം കേട്ടോ. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്, സോഡയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്താലും മതി. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നമ്മുടെ മാവ് ഇതാ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജീരകം തന്നെയും ചേർത്ത് കൊടുക്കുക. ഞാൻ പക്ഷേ ഇപ്പോൾ എള്ളും ഇതൊക്കെ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഇട്ടിട്ട് ഇനി ജീരകം പൊടിയില്ല മുഴുവനായിട്ട് ഉള്ളത് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരുപാടങ്ങ് അപ്പത്തിന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കുറേ അങ്ങനെ കാണുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ജീരകം ഇട്ട് കൊടുക്കാഞ്ഞത്. പക്ഷേ ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇടാറുണ്ട് ഇടയ്ക്ക്. നമ്മുടെ എള്ളും ഏലക്കായൊക്കെ മിക്സായി. ഇനി നമ്മൾ ചുടാൻ നേരത്ത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള് അത്രയും മതിയാവും. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ബേക്കിംഗ് സോഡ ആദ്യമേ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് അങ്ങ് പതഞ്ഞ് പൊന്തിപ്പോവും. നമുക്കത് അത്രയും പതഞ്ഞ് പൊന്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി നമ്മുടെ മാവൊക്കെ അരിമാവ് പതഞ്ഞ് പൊന്തി വന്നതാണല്ലോ. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് ചുടാനായിട്ട് പോവാം. സാധാരണ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അപ്പത്തിന് നല്ല വലിപ്പമുണ്ടാവും. അവരത് വലിയ കാരയിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞി കാരയാണുള്ളത്, നോൺ സ്റ്റിക്കിൻ്റെ കാരയാണ്. അപ്പോൾ അര ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. കാര അല്ലെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടി. ഇനി അതിലൊക്കെ ഞാനിപ്പോൾ ആദ്യം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിലിൽ ചെയ്തെടുക്കാം, വെജിറ്റബിൾ ഓയിലും ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 2 ഓയിലും കാണിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ബാലൻസ് ഇരിപ്പുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഇതിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 2-3 റൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ബാറ്റർ ഒഴിക്കാനായിട്ട് കേട്ടോ. ഇതിൻ്റെ ബാറ്റർ ഒഴിക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം ആക്കിയിട്ട് ഒഴിക്കുക. ഇത് മാവ് കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം ഇത് അപ്പം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ പഞ്ചാരയപ്പത്തിൻ്റെ വീഡിയോ. നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ എള്ളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ആദ്യം ആയത് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഇച്ചിരി പണിയുണ്ടാവും. കാരയുടെ അടിയിലെങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാവും. കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉണ്ണിയപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അധികം നമുക്കിങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ ഭയങ്കര കട്ടി പോലെയൊന്നും ഉണ്ടാവില്ല. സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ചാരയപ്പമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി അപ്പത്തിൻ്റെ മാവൊക്കെ ബാക്കി വരുമ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. വൈകുന്നേരം കുട്ടിക്കൊരു ഈവനിങ് സ്നാക്കും വല്ലപ്പോഴും ചെയ്താൽ മതി കേട്ടോ. ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ ഇത് വല്ലാണ്ട് എണ്ണ കുടിക്കുന്നൊരു സംഭവമാണ്. നന്നായിട്ട് എണ്ണ കുടിക്കും. അതുകൊണ്ട് അത്ര ഹെൽത്തി ആണെന്ന് പറയാനേ പറ്റത്തില്ല. കാരണം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വല്ലപ്പോഴും കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം നിങ്ങളിത് വീട്ടിൽ ചെയ്താൽ മതി. ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഇതിൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കുന്നൊരു പലഹാരമാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്.
മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ചെറിയ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി. അധികം അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആക്കണ്ട. ചിലവർ നല്ല ബ്രൗൺ ഷെയ്ഡ് ആക്കാറുണ്ട്. അങ്ങനെ ആക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കരിയാണ്ട് നോക്കണം. അത് നമ്മൾ എന്തുണ്ടാക്കുമ്പോഴായാലും നമ്മൾ കരിയാണ്ടാണല്ലോ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, വീണ്ടും ട്രൈ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇത് ഒഴിച്ച പാടെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ 3ാമത്തെ ട്രിപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി ഒരു കുഞ്ഞ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പം നമുക്ക് എടുക്കാം. എന്തെങ്കിലും ഷേപ്പ് മാറിയിട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 2 ഭാഗവും ഇങ്ങനെ പൊങ്ങി വരണം. അതാണ് നമ്മുടെ അപ്പത്തിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയാനായിട്ട്. 2 ഭാഗവും അങ്ങനെ കൂടി നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെയല്ല കിട്ടുക. ഇതിപ്പം കുഞ്ഞ് കാര്യമായതുകൊണ്ട് നമുക്ക് ഈ ഒരു വണ്ണത്തിൽ മാത്രമേ കിട്ടുള്ളൂ. വലിയ കാര്യമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല വലിപ്പത്തിൽ കിട്ടും. എല്ലാം കോരി മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിനകത്തോട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ. അതിന് ശേഷം ഇത് നമ്മൾ നല്ല കട്ടിയുള്ളൊരു മൂടി വെച്ചിട്ട് ഒരു നല്ല ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിലിടുക. ഇനിയിപ്പം ഹോട്ട് പോട്ടിലായാലും കുഴപ്പമില്ല. ഞാൻ ഹോട്ട് പോട്ടിലാണ് ഇട്ട് വയ്ക്കുന്നത്. എന്നിട്ട് ഇത് അതിൽ കിടന്നിട്ട് നന്നായിട്ട് തണിഞ്ഞ് വരണം. നന്നായിട്ട് അതിൽ ആ ചൂടിൽ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് തണിഞ്ഞ് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഞ്ചാരയപ്പമായിട്ട് വരുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ചുട്ടെടുത്ത് സ്ട്രെയിനറിനകത്ത് വെച്ചതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റുള്ള പാത്രത്തിലിട്ട് വയ്ക്കുക. ഈവൻ ഹോട്ട് പോട്ടിലായാലും കുഴപ്പമില്ല. ഒരു നമ്മുടെ ടിഷ്യൂ പേപ്പർ, കിച്ചൺ ടിഷ്യൂ കിട്ടും, ടിഷ്യൂ വെച്ചതിന് ശേഷം അപ്പം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും അതിനെ നന്നായിട്ട് അതിനകത്തിരുന്ന് കൂളായിട്ട് വരും. കൂളായിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ അപ്പം നമുക്ക് കഴിക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. അപ്പത്തിൻ്റെ ഷേപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളും ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല കളർ ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ ആക്കി ഇട്ടില്ല, എന്നാലും കാണാൻ നല്ല 2 സൈഡും നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡൊക്കെ വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. കണ്ടോ, അതിൻ്റെ മേളിലും പൊന്തിയിട്ടുണ്ട്, താഴെയും നല്ല പൊന്തിയിട്ടുണ്ട്. എണ്ണ കുടിക്കുന്ന പലഹാരമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമ്മുടെ അരിമാവ് എന്നല്ല, നമ്മുടെ അപ്പത്തിന് ഉണ്ടാക്കിയിട്ടുള്ള മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാം. അതെല്ലാം നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ പഞ്ചാരപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് അരച്ച് വെക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് ഇതുപോലെ പഞ്ചാരപ്പം ഉണ്ടാക്കി നോക്കൂ. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ചാരപ്പം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി ഞാൻ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാവേ. കണ്ടോ, നല്ല സോഫ്റ്റാണ്, വേവാണ്ടിരിക്കുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്, വേവാണ്ടൊന്നുമില്ല. അപ്പോൾ സോഫ്റ്റ് മാത്രമല്ല, വലിപ്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. നല്ല ഫ്ലഫി പോലെ ഇരിക്കണ നമ്മുടെ പഞ്ചാരയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ ഒരുപാട് പേര് ഫീഡ്ബാക്കൊക്കെ നല്ല കമൻസൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും 1000 നന്ദി. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. Take care. Bye bye. Love you all.